Hello friends, welcome back to my channel. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് മോൾ കോൺസെപ്റ്റ് ആണ്. ഓക്കെ, സോ ഇതിൽ തുടക്കമായിട്ട് നമുക്കൊരു GAM എന്നൊരു വാല്യൂ പഠിക്കാണ്ട് വിച്ച് ഇസ് ഗ്രാം അറ്റോമിക് മാസ് ആൻഡ് GM വിച്ച് ഇസ് ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ, ഈ രണ്ട് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് മനസ്സിലായാൽ മോൾ കോൺസെപ്റ്റ് എളുപ്പം മനസ്സിലാവും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം ഒരൊറ്റ ഫോമിലാണ് നമ്മൾ മോൾ കോൺസെപ്റ്റിൽ പഠിക്കാൻ പോകുന്നത്. വെറും ഒരൊറ്റ ഫോമിൽ യൂസ് ചെയ്തുകൊണ്ട് മോൾ കോൺസെപ്റ്റ് നമ്മൾ ഫിനിഷ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, സോ വീഡിയോയുടെ ഇൻട്രൊഡക്ഷനായി പറയുകയാണെങ്കിൽ നമ്മൾ ഒരൊറ്റ എക്സാമ്പിൾ ചെയ്യുന്നുള്ള വീഡിയോയുടെ അവസാനത്തിൽ. ഓക്കെ, ദെൻ നമുക്ക് ഫർദർ അടുത്തടുത്ത വീഡിയോയിൽ നിറയെ എക്സാമ്പിൾസ് ചെയ്യാം. സോ ഈ വീഡിയോയുടെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലായാൽ മാത്രമേ ഞാൻ അടുത്തടുത്തിടുന്ന കെമിസ്ട്രി വീഡിയോസിലുള്ള അല്ലെങ്കിൽ മോൾ കോൺസെപ്റ്റിൻ്റെ എക്സാമ്പിൾസ് നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ഓർ ഞാൻ പറയുന്ന ഈ 4 കാര്യങ്ങൾ കൃത്യമായി ചെയ്താൽ നിങ്ങൾക്ക് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് കൃത്യസമയം എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, വരൂ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ആദ്യത്തെ ടോപ്പിക് ഗ്രാം അറ്റോമിക് മാസ്. ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ പർട്ടിക്കുലർലി നിങ്ങൾ എത്ര ഗ്രാം എടുത്താലാണ് ഒരു മോളിന് ഈക്വലൻ്റ് ആയ പാർട്ടിക്കിൾസ് വരിക. ഓക്കെ, യു നോ ദാറ്റ് വാട്ട് ഈസ് 1 mole. 1 mole is nothing but 6.022 into 10⁻23 particles. ഓക്കെ, സോ അതല്ലാത്ത പക്ഷം ഡെഫിനിഷനായി പറയാനാണെങ്കിൽ കാർബൺ 12 എന്ന ഐസോടോപ്പിൻ്റെ 12ൽ ഒരു ഭാഗം എടുത്താൽ അതിൽ ഒതുങ്ങിക്കൂടാവുന്ന പാർട്ടിക്കിൾസിൻ്റെ എണ്ണമാണ് 1 മോൾ. ഓക്കെ, സോ ഇതിൽ നിങ്ങൾ ആറ്റംസ് എടുത്താൽ 1 mole ഓഫ് ആറ്റംസ് എന്ന് പറയും. മോളിക്യൂൾസ് എടുത്താൽ 1 mole ഓഫ് മോളിക്യൂൾസ് ആയി എടുക്കും. ഓക്കെ, സോ ഇത്തരത്തിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിൽ എഴുതിപ്പോവാം. സോ അവർ ടോപ്പിക് ഇസ് നത്തിങ് ബട്ട് ഗ്രാം അറ്റോമിക് മാസ്. വി റെപ്രസെന്റ് ദിസ് ആസ് GAM. ഓക്കെ, സോ 1 ഗ്രാം അറ്റോമിക് മാസ് എന്നാൽ എത്രയാണ്, അതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓർക്കുക, 1 ഗ്രാം അറ്റോമിക് മാസ് എന്ന് വെച്ചാൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഓക്കെ, അവഗാഡ്രോ നമ്പർ നിങ്ങൾക്കറിയാം 6.022 into 10⁻23. ഓക്കെ, സോ ഇതെങ്ങനെയാണ് മാസ് പ്രകാരം മാറുന്നത് നോക്കാം. ഓക്കെ, ശ്രദ്ധിക്കുക, നിങ്ങൾ ഹൈഡ്രജൻ എന്ന എലമെന്റ് എടുത്താൽ അത് പ്രത്യേകിച്ച് 1 mole അല്ലെങ്കിൽ 1 ഗ്രാം എടുക്കുകയാണെങ്കിൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. എങ്കിൽ വി ഹാവ് 1 GAM. ഓക്കെ, അടുത്ത ടോപ്പിക് നോക്കാം. ഹീലിയം എടുക്കുന്നു. സോ ഹീലിയം 2 ഗ്രാം എടുക്കണം. ഓക്കെ, സോ ഹീലിയം കൃത്യമായി 2 ഗ്രാം ഓഫ് ഹീലിയം എടുത്താൽ നിങ്ങൾ കിട്ടുന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതിനകത്തുണ്ടാവും. സോ ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 GAM. ഓക്കെ, ഇനി കാർബണിൻ്റെ കേസ് നോക്കുക. കാർബൺ 12 ഗ്രാം എടുക്കണം. ബിക്കോസ് ആൾറെഡി ഡെഫിനേഷനിൽ പറഞ്ഞു 12ൽ ഒരു ഭാഗമാണ് 1 മോൾ എന്ന്. ഓക്കെ, സോ അത് ഈക്വൽ ആക്കാനായിട്ട് കാർബൺ 12 ഗ്രാം എടുത്താലേ 1 GAM ആവുന്നുള്ളൂ. ഓക്കെ, അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതാണ് നമ്മുടെ കോൺസെപ്റ്റ്. ദാറ്റ് ഈസ് നത്തിങ് ബട്ട് 1 മോൾ. ഓക്കെ, സോ 1 മോൾ എങ്ങനെ കൊണ്ടുവരും? സോ കാർബൺ 12 ഗ്രാം എടുത്താൽ 1 മോൾ. സോ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് 1 GAM. ഓക്കെ, നൈട്രജൻ 14 ഗ്രാം എടുത്താൽ 1 മോൾ. ഓക്സിജൻ 16 ഗ്രാം എടുത്താൽ 1 മോൾ. ശ്രദ്ധിക്കുക, ഇവരെല്ലാവരും ആറ്റംസ് ആണ്, അത് ഓർക്കാൻ മറക്കരുത്. ഓക്കെ, സോ ഫ്ലൂറിൻ 18 ഗ്രാം എടുത്താൽ 1 മോളാണ്. സോഡിയം 23 ഗ്രാം എടുത്താൽ 1 മോളാണ്. സൾഫർ 32 ഗ്രാം എടുത്താൽ 1 മോളാണ്. ക്ലോറിൻ 35.5 ഗ്രാം എടുത്താൽ 1 മോൾ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ഇനി ജസ്റ്റ് കമ്പാരിസൺ നടത്തി നോക്കുക. 1 ഗ്രാം എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒരു ചെറിയ സ്പിയർ എന്ന് ആലോചിക്കുക. അപ്പോൾ ഇതിനകത്തൊന്നുണ്ടാവും 1 Na അളവിനുള്ള പാർട്ടിക്കിൾസ് അതിനകത്തുണ്ടാവും. ഓക്കെ, 6.02 into 10⁻23. ഇവിടെ നോക്കുക 2 ഗ്രാം. സോ 2 ഗ്രാം പറയുമ്പോൾ ഒന്ന് കുറച്ചുകൂടി വലിയ സ്പിയർ ആയിരിക്കുക. ഓക്കെ, സോ ഇവിടെ എന്തുണ്ടാവും? ഇവിടെ 2 ഗ്രാം എടുത്താൽ മാത്രമേ 1 മോൾ അമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സിമിലർലി വേറൊരു കേസ് എടുക്കാം. ഇൻ കേസ് സോഡിയം എടുക്കാം. സോ സോഡിയം അതിലും വലിയ സ്പിയർ ആണ്. ഓക്കെ, 23 ഗ്രാം ഉൾക്കൊള്ളുന്ന ഒരു പർട്ടിക്കുലർ എലമെന്റ് ആണ് എടുക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് സോഡിയം. അപ്പോൾ 23 ഗ്രാം സോഡിയം എടുത്താൽ നിങ്ങൾക്ക് എന്തുണ്ടാവുള്ളൂ? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് അതിനകത്ത് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ശ്രദ്ധിച്ച് നോക്കുക, നിങ്ങളുടെ വെയിറ്റ് മാത്രമേ മാറുന്നുള്ളൂ. ഓക്കെ, ഓർ പർട്ടിക്കുലർലി മാസ് മാത്രമേ മാറുന്നുള്ളൂ. സോ എത്രത്തോളം മാസ് കൂടുന്നുവോ അതിന് ഈക്വലൻ്റ് ആയിട്ട് ഒരു പർട്ടിക്കുലർ GAM ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഓക്കെ, 35.5 ഗ്രാം ക്ലോറിൻ എടുത്താൽ മാത്രമേ അതിൽ 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, നിങ്ങൾ 12 ഗ്രാം കാർബൺ എടുത്താൽ മാത്രമേ അതിൽ 6.022 into 10⁻23 പാർട്ടിക്കിൾസ് ഉണ്ടാവുകയുള്ളൂ. ഓക്കെ, സോ ദിസ് ഇസ് നത്തിങ് ബട്ട് GAM. കൂട്ടുകാർ നിർബന്ധമായും ഓരോ എലമെന്റിന്റെയും GAM വാല്യൂ അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുണ്ട്, എന്തിനും ഈ ഒരു ടോപ്പിക് നിർബന്ധമായി എഴുതിയെടുക്കുക. മൂവിങ് ടു നെക്സ്റ്റ് ടോപ്പിക്, ഗ്രാം മോളിക്കുലർ മാസ്. നമ്മുടെ അടുത്ത ടോപ്പിക് GMM, വിച്ച് ഈസ് നത്തിങ് ബട്ട് ഗ്രാം മോളിക്കുലർ മാസ്. ഓക്കെ, സോ ഒന്നുമില്ല, നിങ്ങൾക്കറിയാം വാട്ട് ഈസ് എ മോളിക്യൂൾ. 2 അതിൽ കൂടുതലോ ആറ്റമുകൾ ഒന്നിച്ച് ചേർന്നുണ്ടാവുന്നതാണ് മോളിക്യൂൾ. ഓക്കെ, സോ ഫസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കാം. ഹൈഡ്രജൻ. ഓക്കെ, ഹൈഡ്രജൻ ഇസ് എൻ മോളിക്യൂൾ ഹിയർ. സോ നമ്മൾ എലമെന്റ് എടുത്തിരിക്കുന്ന H2 എന്നാണ്. ശ്രദ്ധിച്ച് നോക്കുക, 1 ഗ്രാം ഹൈഡ്രജൻ ആറ്റം 200 ഗ്രാം ഹൈഡ്രജൻ ആറ്റം കൂടി ചേർന്ന്
H2 എന്ന മോളിക്യൂളായി മാറുന്നു. ഓക്കെ, സോ ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ വാല്യൂ നിങ്ങൾക്കറിയാം 1 ഗ്രാം ആണ്, ഇവിടെയും 1 ഗ്രാം ആണ്. സോ ഈ 1 ഗ്രാം കൂടി ചേർന്നാൽ നിങ്ങൾക്ക് കിട്ടുന്നത് 2 ഗ്രാം ആയിരിക്കും. ഓക്കെ, സോ സിമ്പിൾ കോൺസെപ്റ്റ്, 2 ആറ്റംസ് തമ്മിൽ ആഡ് ചെയ്യുന്നു എന്നുള്ള കോൺസെപ്റ്റാണ് നിങ്ങളുടെ മാസ്. ഓക്കെ, സോ ഇപ്പോൾ ഇത് മോളിക്യൂളായി മാറി, അതുകൊണ്ടാണ് നമ്മൾ അതിനെ 1 GMM എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ മോളിക്യൂളായി മാറിയാൽ എത്ര പാർട്ടിക്കിൾസ് ഉണ്ടാവും? അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, സോ Na. ഓക്കെ, സോ വിച്ച് ഇസ് 6.022 × 10⁻23. ഇപ്പോൾ കൂട്ടുകാർക്ക് സംശയം വരും, അതെങ്ങനെ 2 ആറ്റംസ് അല്ലേ, അപ്പോൾ ഇവിടെയും 6.022 10⁻23യും ഇവിടെയും 6.022 × 10⁻23 അല്ലേ, അപ്പോൾ അതെങ്ങനെ മോളിക്യൂളായി മാറുമ്പോൾ അതേ 6.022 എന്ന് വരും എന്നുള്ളത് ശരിയായ സംശയമാണ്. നോക്കുക, മോളിക്യൂളർ എക്സിസ്റ്റ് ചെയ്യുമ്പോൾ ഈ പർട്ടിക്കുലർ Na ഈ പർട്ടിക്കുലർ N കൂടി ചേരുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ആറ്റംസിൻ്റെ കണക്കാണ്. ഓക്കെ, സോ Na amount ഓഫ് ആറ്റംസ് ഉള്ളത് കൊണ്ട് 6.022 × 10⁻23 ഇവിടെയും 6.022 × 10⁻23 ഇവിടെയും, ഇത് രണ്ടും കൂടി ചേർന്നാൽ കോ എക്സിസ്റ്റ് ചെയ്യുന്ന സമയത്ത് Na നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. ഇൻ കേസ് നിങ്ങളെ കൊണ്ട് ഹൈഡ്രജൻ മോളിക്യൂളിലുള്ള ആറ്റംസിന് എണ്ണം ചോദിച്ചാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് നിങ്ങൾ പറഞ്ഞത് തന്നെയാണ് 2 × Na amount ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, ഇതെന്താണ് Na amount ഓഫ് മോളിക്യൂൾസ്. സോ ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് Na amount ഓഫ് മോളിക്യൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിലും ഓക്കെ, സെപ്പറേറ്റ് ആയി നോക്കിയാൽ എന്താണ് 2 ഡിഫറെൻറ്റ് ആറ്റംസ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. സോ വിച്ച് മീൻസ് 2 × Na amount ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഇത് മോളിക്യൂൾസ് ആണ്. ഓക്കെ, സംശയം ക്ലിയർ ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. അടുത്തേക്ക് നോക്കാം, ഓക്സിജൻ. സോ ഓക്സിജൻ നിങ്ങൾക്കറിയാം 16 ഗ്രാം ആണ് അറ്റോമിക് സ്റ്റേറ്റ് ഉള്ളപ്പോൾ. സോ 2 ഡിഫറെൻറ്റ് ആറ്റംസ് ചേരുന്നു, മോളിക്യൂൾ ആവുന്നു. സോ ഇതിൽ 32 ഗ്രാം. അങ്ങനെ ചേർന്നാൽ മാത്രമേ 1 GMM ആവുന്നുള്ളൂ. ഓക്കെ, സോ അവിടെ എന്തുണ്ടാവും? Na amount ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. എത്ര ആറ്റംസ് ഉണ്ടാവും? ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ, ബിക്കോസ് 2 എണ്ണം ചേർന്നിട്ടാണല്ലോ നമുക്ക് ആറ്റംസ് ആവുന്നത്. സോ 2 × Na amount ഓഫ് ആറ്റംസ് ഉണ്ടാവും. നിങ്ങൾക്കോട് മോളിക്യൂളാണ് ചോദിക്കുന്നതെങ്കിൽ Na amount ഓഫ് മോളിക്യൂൾസ് എന്ന് എഴുതുക. ആറ്റംസിന് എണ്ണം ചോദിച്ചാൽ എത്ര മോളിക്യൂൾസ് കമ്പൈൻ ചെയ്തു അത് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. നെക്സ്റ്റ് കേസ് നോക്കുക, N2. സോ സെയിം തന്നെയാണ്, 14 + 14 മേക്സ് 28. സോ 28 ഗ്രാം. അപ്പോൾ അവഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഉണ്ടാവും. എത്ര ആറ്റംസ് ഉണ്ടാവും? 2 × അവഗാഡ്രോ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. അടുത്തത് H2O നോക്കുക, ശ്രദ്ധിച്ച് നോക്കുക. ഇവിടെ 2 ഹൈഡ്രജനും 1 ഓക്സിജനാണ്. ഓക്സിജൻ ആറ്റമായിട്ട് എക്സിസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഓക്സിജൻ ആറ്റം ഈസ് 16. ഓക്കെ, സോ ഓക്സിജൻ ആറ്റം 16 പ്ലസ് 2 ഹൈഡ്രജൻ. ഓരോ ഹൈഡ്രജൻ്റെ അറ്റോമിക് വെയിറ്റ് എന്നത് 2 ആണ്. സോ വിച്ച് മേക്സ് 18. അങ്ങനെയാണ് ഈ 18 ഗ്രാം എന്ന് വരുന്നത്. ഓക്കെ, സോ 18 ഗ്രാം വാട്ടർ എടുത്താൽ അതിൽ 1 GMM amount ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഓക്കെ, ഓർ അല്ലെങ്കിൽ Na amount ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. ഇതിനെയാണ് നമ്മൾ 1 GMM എന്ന് പറയുക. ഓക്കെ, നെക്സ്റ്റ് നോക്കാം, NH3. സോ നൈട്രജൻ ഇസ് 14 പ്ലസ് 3 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഹൈഡ്രജൻസ് ഉണ്ട്. ഇത് മൊത്തത്തിൽ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു മോളിക്യൂളായി മാറുന്നത്. സോ 14 + 3 മേക്സ് 17. ഓക്കെ, സോ ഇങ്ങനെയാണ് ഈ 17 ഗ്രാം വരുന്നത്. സോ 17 ഗ്രാം അമോണിയ എടുത്താൽ അതിൽ അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ടാവും. എത്ര ആറ്റംസ് ഉണ്ടാവും? ശ്രദ്ധിച്ച് നോക്കുക, ഇവിടെ 4 ഡിഫറെൻറ്റ് മോളിക്യൂൾസ് അല്ലേ, 3 ഹൈഡ്രജനും 1 നൈട്രജനും. സോ 4 വരുന്നത്. ഓക്കെ, 4 ആറ്റംസാണ് ഉള്ളത്. അപ്പം 4 × Na amount ഓഫ് ആറ്റംസ് ഉണ്ടാവും. വാട്ടറിലെ കേസ് നോക്കുക, ഡിഫറെൻ്റ് ആയിട്ടുള്ള 3 കേസുകളാണ്, Oയും 2 Hഉം. ഓക്കെ, സോ മോളിക്യൂൾസിൻ്റെ എണ്ണം 1 Na തന്നെയാണ്. ഓക്കെ, 1 Na amount ഓഫ് മോളിക്യൂൾസ് ആണ്. ബട്ട് ആറ്റംസ് ചോദിച്ചാൽ 3 × Na amount ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, ദെൻ ക്ലോറിൻ്റെ കേസ് എടുക്കാം. അഗൈൻ നിങ്ങൾക്കറിയാം 35.5 അറ്റോമിക് വെയിറ്റ്. സോ ഇത് × 2. സോ വിച്ച് മീൻസ് 71 ഗ്രാം. ഓക്കെ, സോ ഇവിടെ ഒരു ക്ലോറിൻ, ഇവിടെ ഒരു ക്ലോറിൻ, ആ തരത്തിലുള്ളത്. ആറ്റംസിനാണെന്ന് ചോദിച്ചാൽ 2 × അവഗാഡ്രോ നമ്പർ. അത്രയും ആറ്റംസ് നിങ്ങൾ യൂണിറ്റ് എഴുതാൻ പഠിക്കണം. ഓക്കെ, നെക്സ്റ്റ് NaCl. സോ സോഡിയം ആൾറെഡി ഞാൻ പറഞ്ഞിരുന്നു 23 ആണ് അറ്റോമിക് വെയിറ്റിൽ, പ്ലസ് ക്ലോറിൻ്റെ 35.5. സോ ഇതിൽ നിന്ന് കിട്ടുന്നതാണ് 58.5. ഓക്കെ, സോ 58.5 ഗ്രാം സോഡിയം ക്ലോറൈഡ് എടുത്താൽ അതിൽ 1 മോൾ ഓഫ് ആറ്റംസ് ഉണ്ടാവും, സോറി മോളിക്യൂൾസ് ഉണ്ടാവും. എത്ര ആറ്റംസ് ഉണ്ടാവും? 2 ഡിഫറെൻ്റ് ആയ ആറ്റംസ് ഉള്ളത്. സോ 2 × Na amount ഓഫ് ആറ്റംസ് ഉണ്ടാവും. ഓക്കെ, സോ ഇതാണ് GAMഉം GMMഉം തമ്മിലുള്ള ബന്ധം. ഓക്കെ, സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ മോൾ കോൺസെപ്റ്റ് ഇനി ഫർദർ മൂവ് ചെയ്യാം. ഓക്കെ, അടുത്തത് ലെസണിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പാർട്ട്, വാട്ട് ഈസ് മോൾ കോൺസെപ്റ്റ്. ഓക്കെ, ശ്രദ്ധിച്ച് നോക്കുക, ഞാനിപ്പോൾ മേലെ തന്നിരിക്കുന്ന ഈ ഫോമുലയാണ് മോൾ കോൺസെപ്റ്റിന് ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമുല. ഓക്കെ, സോ സ്കൂളുകളിലും മറ്റ് ട്യൂഷൻ സെൻറ്ററുകളിലും പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമുലസ് നിങ്ങളോട് പഠിക്കാൻ പറയും. ബട്ട് ഇൻ കേസ് മൈ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഈ ഒരൊറ്റ ഫോമുല മതി നിങ്ങളുടെ മോൾ കോൺസെപ്റ്റ് തീർക്കാൻ. ഓക്കെ, ആ ലെസൺ തന്നെ തീർന്നോളൂ.
ഈ ഒരു ഒറ്റ ഫോമിനെ കുറിച്ച് നിങ്ങൾ അറിയേണ്ട കേസുള്ളൂ. ഓക്കെ, രണ്ടാമത് ഇവിടെ രണ്ട് ഗിവൺ ഫോർമുലാസ് തന്നിട്ട് ഇതൊന്നുമില്ല, നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാനാണ് ഓർ നമ്പർ ഓഫ് ആറ്റംസ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, സോ n റെപ്രസെൻറ്റ്സ് നമ്പർ ഓഫ് മോൾസ്. ഓക്കെ, സോ മോൾസ് എന്ന് വെച്ചാൽ ഇറ്റ് മേ ബി മോളിക്യൂൾസ്, ആറ്റംസ്, പാർട്ടിക്കിൾസ് എക്സെട്ര, എന്ത് വേണമെങ്കിൽ ആവാം. ഓക്കെ, സോ ഇതിലൊരു പോയിന്റ് കൂടെ എഴുതാൻ പറഞ്ഞു. സോ കൂട്ടുകാർ നിർബന്ധം ഈ ഫോമിൽ ഒന്ന് എഴുതിയെടുക്കുക. സോ എന്താ എഴുതിയിരിക്കുന്നത് നോക്കാം. സോ ഒരു മോൾ എന്നാൽ എത്രയാണ്? ഒരു മോൾ എന്നാൽ അതിൽ ഒരു GAM വാല്യൂ ഉണ്ടാവും. ഓക്കെ, സോ GAM വാല്യൂ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. സെയിം അതിൽ തന്നെ ഒരു GMM വാല്യൂ ഉണ്ടാവും. സോ ഒരു GAM എടുത്താലും ഒരു മോൾ തന്നെയാണ്, ഒരു GMM എടുത്താലും ഒരു മോൾ തന്നെയാണ്. 22.414 ലിറ്റർ അറ്റ് STP. ഓക്കെ, ചില കേസുകൾ നിങ്ങൾക്ക് വോള്യൂം ആയിട്ടായിരിക്കും തരിക. അതിനർത്ഥം നിങ്ങൾ 22.4 ലിറ്റർ, ഓക്കെ, 22.414 അക്യുറേറ്റായി പറഞ്ഞാൽ അത്രയും ലിറ്റർ ഏതെങ്കിലും ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്തെടുത്താൽ അപ്പോഴുണ്ടാവുന്ന അതിലെ പാർട്ടിക്കിൾസിൻ്റെ എണ്ണം എന്തായിരിക്കും? ദിസ് പർട്ടിക്കുലർ 1 മോൾ ആയിരിക്കും. ഇനി ജനറലി നമുക്ക് എന്താണ് 1 മോൾ എന്താണെന്ന് അറിയാം. വിച്ച് ഇസ് നത്തിങ് ബട്ട് 6.022 into 10 power 23 പാർട്ടിക്കിൾസ്. ഓക്കെ, സോ നിങ്ങൾക്ക് സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾ അത് മാറ്റിക്കൊണ്ടിരിക്കണം. നിങ്ങൾക്ക് GAM-നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആറ്റംസ് എഴുതണം, GMM-നെ കുറിച്ച് ചോദിച്ചാൽ മോളിക്യൂൾസ് എഴുതാം. ഓക്കെ, സോ ഇതിന് മാത്രമേ ഡിഫറൻസ് ഉള്ളൂ. സോ ഈ ഒരൊറ്റ ഫോമുല കൂട്ടുകാർ നിർബന്ധം എഴുതിയെടുക്കുക. ഈ ഒരൊറ്റ ഫോമുല മതി മോൾ കോൺസെപ്റ്റ് മനസ്സിലാക്കി വയ്ക്കാൻ. ഓക്കെ, ദെൻ ഗിവൺ മാസ്, ദാറ്റ് ഇസ് ദിസ് ഇസ് നമ്പർ ഓഫ് മോൾസ്. സോ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് ഗിവൺ മാസ് ബൈ ഒരു GAM അഥവാ ഒരു GMM. ഓക്കെ, നിങ്ങൾക്ക് എത്ര മാസ് തന്നിട്ടുണ്ടോ ഡിവൈഡഡ് ബൈ അതിൻ്റെ GAM വാല്യൂ. അത് ചെയ്താൽ നിങ്ങൾക്ക് അതിനകത്തുള്ള നമ്പർ ഓഫ് മോൾസ് കിട്ടും. സിമിലർലി ഗിവൺ വോള്യൂം ബൈ 22.414 ലിറ്റർ. സോ നിങ്ങൾ നിറയെ 100 ലിറ്റർ എന്നൊക്കെ തന്നിട്ടുണ്ടെങ്കിൽ ആ 100 ലിറ്ററിൽ എത്ര മോളിക്യൂൾസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ 22.414 ലിറ്റർ വെച്ച് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, STP എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. ഓക്കെ, 25 ഡിഗ്രി സെൽഷ്യസും 1 atm പ്രഷറുമാണ് അതിൽ സ്റ്റാൻഡേർഡ് ആയിട്ട് നമ്മൾ റെഫർ ചെയ്യുന്നത്. ഓക്കെ, സോ ടോപ്പിക്കിലേക്ക് പോവാം. സിമ്പിളാണ്. ഓക്കെ, ഞാൻ ആദ്യം 2-3 എക്സാമ്പിൾസ് പറയാം, ആ രീതിക്ക് നമുക്ക് ചെയ്യാം. ശ്രദ്ധിച്ച് നോക്കുക. ഒരു ചോക്ലേറ്റിൻ്റെ വില 5 രൂപയാണ്. ഓക്കെ, ഒരു ചോക്ലേറ്റിൻ്റെ വില 5 രൂപയാണ് എങ്കിൽ നിങ്ങൾക്ക് 1000 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറ്റും? ഇതാണ് ചോദ്യം. ഒരു ചോക്ലേറ്റിന് വില 5 രൂപയാണ് എങ്കിൽ 1000 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ് വാങ്ങിക്കാൻ പറ്റും? ആ കോൺസെപ്റ്റാണ് നമ്മൾ മോൾ കോൺസെപ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ആലോചിക്കുക. ജസ്റ്റ് ചെയ്യേണ്ട രീതി ഇതാണ്. ഒരു ചോക്ലേറ്റ് 5 രൂപ. ഇപ്പം എനിക്ക് എത്ര 1000 രൂപ കയ്യിലുണ്ടല്ലോ. സോ ഐ ക്യാൻ ഡിവൈഡ് ഇറ്റ് ബൈ 1000. 1000 റുപ്പീസ്. ശ്രദ്ധിക്കുക, യൂണിറ്റ് എല്ലാം ഒരേ സൈഡ് വരുന്ന പോലെ എഴുതുക, അപ്പോഴേ നിങ്ങൾക്ക് ഉത്തരം കിട്ടുകയുള്ളൂ. ഓക്കെ, സോ ഇവിടെ എന്ത് വരും? X ചോക്ലേറ്റ്സ് എന്ന് വരും. 1 രൂപയ്ക്ക് 5 ചോക്ലേറ്റ് എങ്കിൽ 1000 രൂപയ്ക്ക് X ചോക്ലേറ്റ്സ്. സോ ദെയർഫോർ X എന്ത് വരും? X ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. ഇതിവിടെ കൊണ്ടുപോകും, ഇതിവിടെ കൊണ്ടുപോകും. സോ 1000 × 1 ബൈ 5 എന്ന് വരും. സോ വിച്ച് ഇസ് എത്രയാണ്? സോ 200 എന്ന് വരും. 200 ചോക്ലേറ്റ്സ്. യൂണിറ്റ് എഴുതാൻ മറക്കരുത്. മോൾ കോൺസെപ്റ്റിൽ യൂണിറ്റ് ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ 5 രൂപയ്ക്ക് ഒരു ചോക്ലേറ്റ് എങ്കിൽ 1000 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ്? ഈ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നു. ഓക്കെ, സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് നമ്പർ ഓഫ് മോൾസ് ആണ്. നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കാൻ ഏത് ടെക്നിക്ക് നിങ്ങൾക്ക് യൂസ് ചെയ്യാം? ശ്രദ്ധിച്ച് നോക്കുക. ഫസ്റ്റ് നിങ്ങൾക്കറിയാം 12 ഗ്രാം കാർബൺ എടുത്താൽ അത് ഒരു GAM ആണ്. ഓക്കെ, ഒരു GAM എന്ന് വെച്ചാൽ 1 മോൾ എന്നല്ല അർത്ഥം. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, സോ സിമിലർലി ഇതേ ചോദ്യം നമ്മളിപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ പ്രകാരമായിരുന്നു. സോ 12 ഗ്രാമിന് 1 GAM എങ്കിൽ എനിക്ക് തന്നിരിക്കുന്നത് 24 ഗ്രാമിന് എത്ര GAM വരും? അതറിഞ്ഞാൽ എനിക്ക് നമ്പർ ഓഫ് മോൾസ് ആയില്ലേ? നമ്മൾ ഈ വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞിരുന്നു 1 GAM ഇസ് നത്തിങ് ബട്ട് 1 NA. ശ്രദ്ധിച്ച് നോക്കുക, ഒരു GAM എന്നത് അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ്, ഒരു NA തന്നെയാണ്. ഓക്കെ, സോ അത് പ്രകാരം നമ്മൾ ചെയ്ത് നോക്കുന്നു. സോ ദിസ് വിൽ ഗീവ്, നമുക്കിവിടെ X എന്നിട്ട് കൊടുക്കാം. സോ X ഇസ് നത്തിങ് ബട്ട് എത്ര വരും? സോ X × 12 എന്ന് വരും. സോ 12 ഡിനോമിനേറ്ററിൽ എടുക്കും. സോ 24 × 1 GAM ഡിവൈഡഡ് ബൈ 12 ഗ്രാം എന്ന് വരും. ഓക്കെ, സോ 24 ഗ്രാം. ഓക്കെ, സോ ഇതിൽ നിന്ന് കിട്ടുന്ന ഉത്തരം എന്താണ്? 2 × 1 GAM വിച്ച് ഇസ് 2 GAM. ശരിയല്ലേ? സോ 12 24 കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 തവണ വരും. സോ നിങ്ങൾക്ക് കിട്ടുന്ന ഉത്തരം 2 × 1 GAM. സോ 2 × 1 is 2 GAM. സോ 2 GAM എന്താണ്? അത്രയും ആറ്റംസ് ആണ്. സോ ശ്രദ്ധിച്ച് നോക്കുക, ഇവിടുത്തെ ഉത്തരം X is equal to 2 × NA number of particles. ഓക്കെ, സോ നമ്മൾ ആറ്റംസ് ആണ് കണ്ടുപിടിക്കുന്നത് ബിക്കോസ് GAM. സോ ദിസ് ഇസ് നത്തിങ് ബട്ട്
ആറ്റംസ്. ഓർ ചിലവർക്ക് ഇങ്ങനെ എഴുതാം 2 into 6.022 into 10^23 ആറ്റംസ്. ഓക്കെ, സോ ഇതാണ് നമ്മളുടെ ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഓക്കെ, സോ ആറ്റംസ് എന്നുള്ളതിൻ്റെ ഉത്തരം. മോളിക്യൂൾസ് ചോദിച്ചാൽ എന്താ എഴുതും? നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടിയത്? 2 എന്നാണല്ലോ ഉത്തരം കിട്ടിയത്. ബിക്കോസ് മോൾ കോൺസെപ്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഒരു മോളുടെ കേസാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ 1 GM ഇസ് നത്തിങ് ബട്ട് 1 മോൾ. ശരിയല്ലേ? 1 GM ഇസ് 1 മോൾ. ഇപ്പം നിങ്ങൾക്ക് ഉത്തരം എന്ത് കിട്ടി? 2 GM. സോ നിങ്ങൾ എത്ര മോൾസ് ഉണ്ടാവും? 2 മോൾസ്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് 2 മോൾസ്. ഓക്കെ, സോ ഇവിടെ കിട്ടുന്ന ഉത്തരം നോക്കുക. നമുക്ക് എത്ര ആറ്റംസ് ചോദിച്ചിട്ടുണ്ട്? സോ 6.22 ഇൻറ്റു 10^23 ഇൻറ്റു 2 തന്നിട്ടുണ്ട്. സോ നമുക്ക് നേരത്തെ മൾട്ടിപ്ലൈ ചെയ്താൽ 12.044 ഇൻറ്റു 10^23 ആറ്റംസ് എന്ന് കിട്ടും. ശരിയല്ലേ? ഓക്കെ, നമ്മൾ പറഞ്ഞ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഓക്കെ, സോ 2 GM 1 GM 1 മോൾ. അപ്പോൾ 2 GM 2 മോൾ. ഓക്കെ, 1 GM 1 മോൾ വിച്ച് 6.022. 1 GM 6.022. നമുക്ക് എന്ത് കിട്ടി? 2 into 6.022. അപ്പോൾ 12.044 എന്ന് ഉത്തരം. ഓക്കെ, ഇനി അടുത്തത് നമ്പർ ഓഫ് മോളിക്യൂൾസ് നോക്കാം. അഗൈൻ ക്വസ്റ്റ്യൻ ആറ്റം ആണ്, കാർബൺ ആറ്റം ആണ്. അതുകൊണ്ട് മോളിക്യൂൾസിന് എണ്ണം കണ്ടുപിടിക്കേണ്ട കേസില്ല. ഓക്കെ, സോ ജസ്റ്റ് ഞാൻ പറഞ്ഞത് മാത്രം, ഒരു എക്സാമ്പിളിനായിട്ട് നമ്മൾ എഴുതിയെന്ന് മാത്രം. ഇനി നമുക്ക് അതിൻ്റെ വോളിയം ചെക്ക് ചെയ്യാം. സോ നമുക്ക് ആവശ്യമില്ല ഈ ഭാഗം. ഓക്കെ, അഗൈൻ പാർട്ടിക്കിൾസ് ആവശ്യമില്ല, ബിക്കോസ് പാർട്ടിക്കിൾസിനെയാണ് നമ്മൾ ആറ്റംസ് മോളിക്യൂൾസ് പിരിച്ചെഴുതുന്നത്. ഓക്കെ, അടുത്ത് നോക്കാം. സോ 24 ഗ്രാം കാർബൺ തന്നാൽ അത് എത്ര വോളിയം ഉണ്ടാവും? സെയിം, നിങ്ങൾക്ക് 1 GM 1 GM വാല്യൂ ഒക്കെ അറിയാം. സോ 12 ഗ്രാം കാർബൺ എടുത്താൽ അത് 22.414 ലിറ്റർ വോളിയം ആയിരിക്കും. ഓക്കെ, വിച്ച് ഈസ് 1 GM. ഓക്കെ, 1 GM എന്തിന് ഈക്വലാണ്? 22.414 ഈക്വലാണ്. സോ വിച്ച് മീൻ 12 ഗ്രാം 22.414 ഈക്വലാണ്. എങ്കിൽ എനിക്ക് തന്നിരിക്കുന്നത് 24 ഗ്രാം കാർബൺ ആണ്. എങ്കിൽ ഇത് എന്തായിരിക്കും? എക്സ് ആയിരിക്കും. സെയിം കോൺസെപ്റ്റ്, ഇത്ര നേരം നമ്മൾ പഠിച്ചിരുന്ന അതേ കോൺസെപ്റ്റ്. അപ്പോൾ അത് പ്രകാരം എക്സ് എന്ത് വരും? എക്സ് ഇസ് ഈക്വൽ ടു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 24 ഇൻറ്റു 22.414 ലിറ്റർ ഡിവൈഡഡ് ബൈ 12. സോ ദിസ് ബിക്കംസ് 2. സോ ദിസ് ഇസ് 44.818 ലിറ്റർ. ഓക്കെ, സിമ്പിൾ. സോ നമ്മുടെ മോൾ കോൺസെപ്റ്റ്. ഓക്കെ, സോ അഗൈൻ ഈ 2 എന്ത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ മോൾസിൽ തന്നെയാണ്. സോ ഇതാണ് നമ്മുടെ മോൾ കോൺസെപ്റ്റ്. നിങ്ങൾ എങ്ങനെ പോയാലും ഒരു കോമൺ നമ്പർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന പോലെ ഉണ്ടാവും. ദാറ്റ് നമ്പർ ഇസ് നത്തിങ് ബട്ട് മോൾ. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങൾക്ക് GAM GMM പഠിപ്പിച്ച് തരില്ലായിരുന്നു. അഗൈൻ മോൾ കോൺസെപ്റ്റിൻ്റെ ഒരൊറ്റ ഫോമിൽ ഞാൻ പറഞ്ഞു തന്നു. കൂട്ടുകാർ നിർബന്ധം ശ്രദ്ധിക്കുക, ആ ഒരൊറ്റ ഫോമിൽ യൂസ് ചെയ്തുകൊണ്ട് അടുത്ത വീഡിയോ നമ്മൾ ചെയ്യുന്നത് ഫുൾ എക്സാമ്പിൾസ് കൊണ്ട് സ്റ്റഡി ചെയ്യാൻ പോവുകയാണ്. ഇവിടെ നമ്മളൊന്ന് പറഞ്ഞതുപോലെ തന്നെ 5 രൂപയ്ക്ക് ഒരു ചോക്ലേറ്റ് കിട്ടുകയാണെങ്കിൽ 1000 രൂപയ്ക്ക് എത്ര ചോക്ലേറ്റ് കിട്ടും? സെയിം കോൺസെപ്റ്റാണ് മോൾ കോൺസെപ്റ്റിൽ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ അടുത്ത വീഡിയോ ഫുൾ ഓഫ് എക്സാമ്പിൾസ് ആണ്. മോൾ കോൺസെപ്റ്റിൻ്റെ നിർബന്ധം ആ വീഡിയോയും തീർച്ചയായും കാണുക. ഓക്കെ, സോ താങ്ക് യു ഫോർ സപ്പോർട്ടിങ് അസ്. തീർച്ചയായും നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന ഓരോ വീഡിയോസ് നിങ്ങൾ കൃത്യസമയം എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം.